സദ്ഗുരുശരണം. അന്താരാഷ്ട്ര യോഗ ദിനം പ്രമാണിച്ച് കേന്ദ്ര ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് ആയുഷ് രാജ്യത്തുടനീളം 1,00,000 കേന്ദ്രങ്ങളിൽ ഒരേ സമയം യോഗ ചെയ്യുന്ന പദ്ധതി ആഹ്വാനം ചെയ്തു. യോഗ സംഘം എന്നാണ് ആ പദ്ധതിയുടെ പേര്. NGO, റെസിഡൻസ് അസോസിയേഷൻ എന്നീ എല്ലാ സംഘടനകൾക്കും ഈ പദ്ധതികളിൽ പങ്കാളികളാകും. മിനിസ്ട്രി ഓഫ് ആയുഷ് നൽകിയിട്ടുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ടാണ് ഈ സംരംഭത്തിൽ പങ്കാളിയാവുന്നത്. അന്താരാഷ്ട്ര യോഗ ദിനമായ ഇന്ന്, അതായത് ജൂൺ 21-ന് ഈ യോഗ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട്, അതായത് 6:30-നും 7:30-നും ഇടയ്ക്ക് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോയും വീഡിയോയും ഗവൺമെൻറ് സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. കൂടാതെ ഈ വീഡിയോയും ഫോട്ടോസും സോഷ്യൽ മീഡിയയും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും പ്രചരിപ്പിക്കുകയും കൂടി ചെയ്യണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ യോഗ ക്ലാസ് നടത്തിയതിൻ്റെ വീഡിയോയും ഫോട്ടോസും അപ്ലോഡ് ചെയ്തതിന് ശേഷം പ്രചരിപ്പിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ്, ഈ യോഗ ക്ലാസ്സിനുള്ള സർട്ടിഫിക്കറ്റ് സംഘടനകൾക്ക് അയച്ചു തരുന്നതാണ്. ആയതുമൂലം NGO ആയ ഗുരുധർമ്മ സംരക്ഷണ സംഘം എന്ന് പറയുന്ന നമ്മുടെ സംഘടന, അതായത് നമ്മുടെ GSS എന്ന് പറയുന്ന ഗുരുധർമ്മ സംരക്ഷണ സംഘം ഇതിന് അപ്ലൈ ചെയ്തു. അതിനുള്ള നടപടികളും നിർദ്ദേശങ്ങളും വന്നു, ഇമെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരമാണ് നമ്മൾ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ ചിറയൻകീഴ് SK ഫാർമസിയിൽ വെച്ച് അതിൻ്റെ ഉദ്യാനത്തിൽ വെച്ചാണ് നമ്മൾ ഈ യോഗ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഇത് സംബന്ധിച്ച് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ യോഗ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വീഡിയോയാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്, സമർപ്പിക്കുന്നത്. സദ്വേഷം. 2014 ഡിസംബർ മാസത്തിലാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21-ന് ആചരിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നത്. അതിനുശേഷം എല്ലാ വർഷവും ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നുണ്ട്. യോഗ എന്നത് നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് നമ്മൾ എല്ലാ ദിവസവും യോഗ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. യോഗ എന്ന വാക്കെന്ന് വെച്ചാൽ യുജ്യതേ അനേന ഇതി യോഗ എന്നാണ്. യുജ്യത എന്ന് വെച്ചാൽ യോജിപ്പിക്കുന്നത്, അതായത് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും യോജിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ആസനം എന്ന് പറയുമ്പോൾ സ്ഥിരം സുഖം ആസനം, സുഖമായ ഒരു ഇതാണ് ആസനം. അപ്പം നമ്മൾ യോഗാസനങ്ങൾ മാത്രമല്ല, യോഗാസനങ്ങളും പ്രാണായാമവും പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ജീവിത രീതികളുണ്ട്. അതും എല്ലാ ദിവസവും നമ്മൾ കൃത്യമായി പാലിച്ചാൽ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം, നമ്മുടെ ഓരോ അവയവങ്ങളുടെയും ആരോഗ്യം, നമ്മൾ ശ്വാസോച്ഛ്വാസത്തിന്, നമുക്ക് ലങ്സിൻ്റെ ആയാലും ഹൃദയത്തിൻ്റെ ആയാലും എല്ലാത്തിൻ്റെയും ആരോഗ്യം നിലനിർത്താൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നത്. നമ്മൾ ഈ ഒരു ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും യോഗ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. കിട്ടിക്കോളൂ. കറക്റ്റാണ്. അപ്പൊ ആദ്യം സ്റ്റഡിയായിട്ട് നിന്നിട്ട് കഴുത്തിന്റെ എക്സസൈസാണ്. നമ്മൾ എന്ത് ചെയ്താലും അതിന് നേരെ ഓപ്പോസിറ്റ് ഉടനെ ചെയ്യണം. അപ്പൊ നമ്മൾ എപ്പോഴും മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ശ്വാസം വെളിയിലേക്ക് വിടണം. ബാക്കിലോട്ട് പോകുമ്പോൾ ശ്വാസം അകത്തേക്ക് എടുക്കണം. അങ്ങനെയാണ് ചെയ്യാനുള്ളത്. അപ്പൊ ആദ്യം കഴുത്ത് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ താഴെ ഫ്രണ്ടിലോട്ട് വരും. ശ്വാസം വെളിയിലേക്ക് വിട്ടുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് ചേച്ചി പറയുമ്പോ ചെയ്യണം, തുടങ്ങണം. അതായത് ആദ്യം കഴുത്തിന്റെ എക്സസൈസ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഏത് ചെയ്താലും അതിന്റെ നേരെ ഓപ്പോസിറ്റ് അപ്പൊ തന്നെ ചെയ്യണം. നമ്മൾ ഒരു സ്ഥലത്തോട്ട് ഫ്ലെക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എക്സ്റ്റൻഷൻ അടുത്തോട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും മുന്നിലോട്ട് പോകുമ്പോൾ, അതായത് ഭൂമിയുടെ അടുത്തോട്ട്, അതിനെ മുന്നോട്ട് കുനിയുമ്പോൾ എപ്പോഴും ശ്വാസം വെളിയിലേക്ക് പോകണം. പുറകോട്ട് വളയുമ്പോൾ എപ്പോഴും ശ്വാസം അകത്തേക്ക് എടുക്കണം. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ എടുത്തു പോകും. അതാണ് നമ്മുടെ ഒരു രീതി. അപ്പൊ ആദ്യം കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് കഴുത്ത് താടിയെല്ല് നെഞ്ചിന്റെ ഭാഗത്തോട്ട് മുട്ടിക്കുന്ന രീതി. അത് കഴിഞ്ഞ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് അപ്പോൾ തന്നെ ചെയ്യും. ശ്വാസം വെളിയിലേക്ക് വിട്ടുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും 1 2
സൈഡിലേക്ക് നോക്കുന്നതാണ്. നമ്മളിങ്ങനെ സൈഡിൽ നോക്കാൻ നമുക്ക് ദേഹം അനങ്ങാതെ കഴുത്ത് മാത്രം സൈഡിലേക്ക് തന്നെ നോക്കാൻ പറ്റും. അതുവരെ നോക്കണം. അപ്പോൾ പുറകോട്ട് നോക്കുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് വീണം ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ശ്വാസം എടുക്കും. അത് കഴിഞ്ഞ് വീണ്ടും അപ്പോൾ നേരെ അടുത്ത സൈഡിൽ ഇങ്ങോട്ട് തിരിഞ്ഞ് ശ്വാസം ഉള്ളിലേക്ക് വിട്ടുകൊണ്ട് പുറകോട്ട് നോക്കും. ശ്വാസം എടുത്തുകൊണ്ട് ഫ്രണ്ടിലേക്ക്. അതായത് നമ്മൾ രക്തസോമായിട്ട് ശ്വാസം എടുത്തുകൊണ്ട് ബാക്കിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് കഴിക്കും. ഏത് വെച്ചിട്ടായാലും കുഴപ്പമില്ല. അതിൻ്റെ ഓപ്പോസിറ്റ് അത് കഴിഞ്ഞു. അതായത് ഫ്രണ്ടിൽ വന്നിട്ട് പിന്നെ പോകുമ്പോൾ ശ്വാസം എടുത്തോണ്ട് പോകണം. തിരിച്ചു വരുമ്പോൾ ശ്വാസം കൊണ്ടുപോകും. ഇനി കഴുത്ത് ഇങ്ങനെ തോട് പൊക്കാതെ കഴുത്ത് ഇങ്ങനെ കൊടുക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഇങ്ങനെ ശ്വാസം ഇട്ടുകൊണ്ട് കഴിക്കും. കഴുത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് അത് നമ്മൾ സൂക്ഷിച്ച് പയ്യെ ചെയ്യണം. കഴുത്ത് കൊടുക്കൊന്നും വീഴാത്ത രീതിയിൽ. അതായത് ആദ്യം നമ്മൾ ശ്വാസം വെളിയിലേക്ക് വിടും. അപ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് ചെയ്യണം. ശ്വാസം എടുത്തുകൊണ്ട് വെളിയിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് പോകും. ഓപ്പോസിറ്റ് ആണ്. ശ്വാസം എടുത്തുകൊണ്ട് വെളിയിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് പോകും. ഈ ഷോൾഡറിൻ്റെ എക്സസൈസാണ്. ശ്വാസം എടുത്തുകൊണ്ട് ഇങ്ങനെ ഷോൾഡർ പൊക്കണം. എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് ആണ്. ഈ രണ്ട് കൈയിൽ ചേർത്ത് വെച്ചിട്ട് ഓപ്പോസിറ്റ്
റൊട്ടേഷൻ. അത് കൈ വേറൊന്നും അനങ്ങുന്നില്ല, റിസ്റ്റ് മാത്രം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എൽബോ. ഷോൾഡർ റൊട്ടേഷൻ. അങ്ങനെ ഇല്ല. ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അടുത്തത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇനി ഹിപ്പിൽ താങ്ങ് കൊടുത്തിട്ട് ഹിപ്പ് റൊട്ടേഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ. മുട്ട്. ഓരോന്നും ഓരോർക്ക് പറ്റുന്നത് പോലെ നമ്മുടെ ശരീരത്തിന് ഏതെങ്കിലും പറ്റുന്നില്ലെങ്കിൽ അതിൽ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കേണ്ട. പിന്നെ ഓരോ ദിവസം ചെയ്യുന്നതനുസരിച്ച് കുറേ കൂടി ചെയ്യണം. ഇനി വിരല് വെച്ച് ഫ്രണ്ടിലേക്ക് ഓടുന്നു. സൈഡിലേക്ക് ഇനി നമ്മുടെ ഹിപ്പ് താഴോട്ട്, അതായത് എന്ത് നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ബോഡി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് താഴോട്ട് വരാൻ പറ്റും. അല്ലാതെ നമുക്ക് താഴോട്ട് ഒന്നും പറ്റത്തില്ല. അപ്പോൾ കൈ ഒന്ന് ഉയർത്തി ബോഡി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് താഴെ പറ്റുന്നത്ര വരെ മതി. യഥാർത്ഥത്തിൽ പാദത്തിൽ കൊള്ളണം എന്നാണ്, അല്ലെങ്കിൽ തറയിൽ കൊള്ളണം എന്നാണ്. നമുക്ക് പറ്റുന്നവരെ ചെയ്താൽ മതി. കാല് അളർത്തി നിന്നിട്ട് ഓപ്പോസിറ്റ് കാലിൽ കൊള്ളണം. ഇതെല്ലാം നമുക്ക് എക്സസൈസ് മാത്രമാണ്, നമ്മൾ യോഗ തുടങ്ങിയത്. ഇനി ഓരോ യോഗാസനം, കുറച്ച് യോഗാസനത്തിൻ്റെ ആസനങ്ങൾ കൂടി ചെയ്യാം. അതിന് താടാസനം. താടാസനം എന്ന് പറയുമ്പോൾ ആദ്യം കൈ ചേർത്ത് നിൽക്കുക. പിന്നെ ഇതിങ്ങനെ പൊക്കി നമ്മൾ എന്നിട്ട് ബോഡി ഫുൾ എക്സ്റ്റെൻഡ് ചെയ്യണം. ഇങ്ങനെ വലിച്ച് നീക്കണം. എന്നിട്ട് വിരൽ കോർത്ത് ബാക്കിലോട്ട് ഫുൾ നീക്കണം. എന്നിട്ട് ഇങ്ങനെ പാദം പോക്കാം. ഇതാണ് താടാസനം. എന്നിട്ട് അതേപോലെ തന്നെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വലിയ ഇങ്ങനെ താഴോട്ട് കൊണ്ടുപോകും.
ആദ്യം ചേർത്ത് വെച്ചിട്ട് പിന്നെ മുകളിലേക്ക് ബോഡി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പാടും. എന്നിട്ട് ഇതുപോലെ തന്നെ കൈ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ബോഡിയിൽ ഇങ്ങനെ ഫുൾ കോൺസെൻട്രേഷൻ ആ ബോഡി നിന്നിട്ട് ചെയ്യാം. അടുത്ത വൃക്ഷാസനാണ്. അത് ഇതുപോലെ കൈ ഇങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ തൂക്കി നിന്നിട്ട് ഈ പാദം എടുത്ത് ഒന്നുകിൽ മുട്ടിൻ്റെ താഴെ അല്ലെങ്കിൽ മുട്ടിൻ്റെ മുകളിൽ വെക്കണം. മുട്ടിൻ്റെ മുകളിൽ വെക്കുന്നതാണ് കറക്റ്റ് പൊസിഷൻ. നമുക്ക് മുകളിൽ വെക്കാൻ പറ്റിയില്ലെങ്കിൽ മുട്ടിൻ്റെ താഴെ വെച്ചാൽ മതി. മുട്ടിൽ വെക്കരുത്. അപ്പോൾ നമ്മുടെ ഫുൾ ബോഡി വെയിറ്റ് മുട്ടിലായിട്ട് മുട്ടിന് പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് പറ്റില്ലെങ്കിൽ മുട്ടിൻ്റെ താഴെ വെക്കാം, പറ്റുമെങ്കിൽ മുട്ടിൻ്റെ മുകളിൽ വെക്കാം. ദൂരെ ഒരു പോയിന്റിലേക്ക് നോക്കാം. അപ്പൊ നമ്മള് ഫ്രണ്ടിലോട്ട് ആഞ്ഞായിരുന്നല്ല, അപ്പൊ ഇനി ബാക്കിലോട്ട് അല്ല. ഇനി അടുത്തത് പാദഹസ്താസനമാണ്. അത് നമ്മൾ ഇതുപോലെ ബാക്കിലോട്ട് പോയിട്ട് പാദഹസ്താസനം ബാക്കിലോട്ട് പോയിട്ട് ഫ്രണ്ടിലോട്ട് പിന്നെ ശ്വാസം വിട്ടുകൊണ്ട് വെളിയിലേക്ക്. അപ്പോൾ നമ്മൾ ഓരോ ശ്വാസം വിടുമ്പോഴും കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് മുട്ട് മടക്കാതെ തൊടാൻ പറ്റാത്തവർ ആദ്യം ചെയ്യുമ്പോൾ മുട്ട് മടങ്ങിയിട്ട് ചെയ്താലും മതി. പിന്നെ ചെയ്ത് എന്നിട്ട് ഓരോ ശ്വാസം പുറത്തോട്ട് വിടുമ്പോഴും നമ്മൾ കുറേശ്ശെ താഴോട്ട്, അതായത് നമ്മൾ ഫുൾ ബോഡി ഇങ്ങനെ വലിച്ച് നീട്ടിയിട്ട് കുഞ്ഞാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ, അല്ല വെറുതെ കുഞ്ഞാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ നിന്ന് വലിച്ച് നീട്ടി ഇങ്ങനെ കാണുന്നു. ശ്വാസം വെളിയിലേക്ക് വിട്ടുകൊണ്ട് ഓരോ പ്രാവശ്യം ശ്വാസം വെളിയിലേക്ക് വിടുമ്പോഴും കുറേശ്ശെ താഴോട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ടിലോട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏത് ചെയ്യുമ്പോഴും അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഭാഗത്ത് കൈയ്യിൽ വെച്ചിട്ട് ഇത് അർദ്ധചക്രാസനം ബാക്കിലോട്ട് ഇനി അർദ്ധകടി ചക്രാസനം. ഒരു കൈ ദേഹത്ത് ചേർത്ത് വെച്ചിട്ട് ഒരു കൈ പൊക്കി നമ്മൾ സൈഡിലെ മസിലെല്ലാം സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കൈ പൊക്കി ഇങ്ങനെ തലയ്ക്ക് മുകളിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് എത്രത്തോളം പറ്റും അതുകൊണ്ട് ഇങ്ങനെ വേണം. പാദം താഴെ തന്നെ വെക്കാം, നമുക്ക് പറ്റുന്ന വരും. ഈ കയ്യെ അത് കൊണ്ടുവന്നിട്ട് അടുത്തത് അപ്പോൾ നമുക്ക് ഇനി ഇത്രയും മതി. യഥാർത്ഥത്തിൽ ഇത് കഴിഞ്ഞിട്ട് എപ്പോഴും നമ്മൾ യോഗാസനം ചെയ്താലും പ്രാണായാമം ചെയ്തിട്ട് അവസാനിപ്പിക്കാവുന്നതാണ്. ഇപ്പം നമ്മളിപ്പോൾ പുറത്ത് ആണ്. ഇപ്പോൾ പ്രാണായാമം എപ്പോഴും നമ്മൾ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. പ്രാണായാമം ഇതിന് കുഴപ്പമൊന്നുമില്ല. അല്ല, ശ്വാസം വലിയ ഉള്ളിലേക്ക് എടുത്ത് നിർത്തിയിട്ട് പയ്യെ പുറത്തേക്ക് വിടുന്നത്. ചമ്മൻ വളഞ്ഞിരുന്നിട്ട് ചെയ്യാം, അല്ലാതെ പത്മാസനത്തിലിരുന്ന് ചെയ്യാം, വജ്രാസനത്തിലിരുന്നിട്ട് ചെയ്യാം. തന്നെ വിയർക്കും ചെയ്യും. വെയിലും കൂടെ പോരാത്ത ആദ്യം നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് നിർത്തിയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ചെയ്തു. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശ്വാസം നമ്മൾ ഉള്ളിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ട് നമ്മൾ എഴുത്തിന്റെ ഇരട്ടി
സമയം കൊണ്ട് പുറത്തേക്ക് വിടുക, അങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം ബ്രീത്തിങ് എക്സസൈസ് ചെയ്തിട്ട് പലതരം പ്രാണായാമമുണ്ട്. കപാലഭാതി, ഭസ്ത്രിക, നാഡീശുദ്ധി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം ഒന്ന് ഇങ്ങനെ ശ്വാസം ഇങ്ങനെ ഉള്ളിലേക്ക് എടുക്കണം, ഉള്ളിൽ നിർത്തണം, പതുക്കെ പുറത്തോട്ട് വിടണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ വയർ അനങ്ങുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. വയറിലും കൂടെ എക്സസൈസ് എടുത്തക്ക രീതിയിൽ വയറും കൂടെ അനങ്ങി എടുക്കുക. ഇൻഹേൽ, ശ്വാസം ഹോൾഡ് ചെയ്യണം. എക്സൈൽ, ഇതിലേക്ക് കഴിഞ്ഞ് ആദ്യത്തെ പ്രാണായാമം എന്ന് പറയുന്നത് കപാലഭാതി. കപാലഭാതിയിൽ നമ്മൾ ശരിക്കും നമ്മൾ വയറനങ്ങുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ വയറിനെ കൂടെ ഹോൾഡ് ചെയ്ത് പുറത്തോട്ട് വരും. എന്നിട്ട് കുറച്ച് നേരം ഹോൾഡ് ചെയ്തിട്ട് പിന്നെ പുറത്തേക്ക് വരും. അപ്പോൾ ഇൻഹേൽ എന്ന് പറയുമ്പോൾ ശ്വാസം അകത്തേക്ക് എടുക്കുക, നിർത്തുക. എക്സൈൽ എന്ന് പറയുമ്പോൾ പയ്യെ പുറത്തേക്ക് വരും. അത് ചെയ്യുമ്പോൾ ആദ്യമേ ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് സ്പീഡിനൊരു വഴിയൊക്കെ വ്യത്യാസമില്ല. നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എത്ര വേണമെങ്കിലും നിർത്താൻ പറ്റും. അപ്പോൾ നമ്മുടെ ലങ്സ് എല്ലാം പറയും നമുക്ക് ആരോഗ്യത്തിനും എല്ലാം നല്ലതാണ്. കൈ ഇങ്ങനെ വെക്കും. അതായത് ഇൻഹേൽ, എക്സേൽ, ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, അടുത്ത ഭസ്ത്രിക. ഭസ്ത്രിക നമ്മുടെ കൈ രണ്ട് വശത്തും ഇങ്ങനെ മുട്ടി തിരുത്തി വെക്കണം. ഇത് ശ്വാസം എടുത്തുകൊണ്ട് കൈ തുറന്നുകൊണ്ട് പോകുന്നു. ശ്വാസം എടുത്തുകൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് വേണം, ശ്വാസം വിട്ടുകൊണ്ട് താഴെ. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്, മുകളിൽ പോകുമ്പോൾ കൈ ഇങ്ങനെ മുഖത്ത്, താഴോട്ട് വരുമ്പോൾ കൈ മുട്ടി പൊട്ടി വയ്ക്കും. അപ്പം ഭസ്ത്രിക. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് താഴെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി കൈ ഇങ്ങനെ വെച്ചിട്ട് പ്രത്യേക റെസ്റ്റ് എടുക്കുക. ഏത് കൈയിലാണ് വെച്ചിട്ട് വെക്കും. അപ്പോൾ നമുക്ക് തോന്നും ഇതെന്തിനാണ് ഇങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അതായത് നമ്മളിങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ നമ്മുടെ ലങ്സ് നല്ലോണം വികസിച്ച് ഉള്ളിലോട്ട് നന്നായിട്ട് കയറി കയറും. അതിനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഉള്ള നാഡീശുദ്ധി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാണായാമമുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടത് കൈ ഇങ്ങനെ വെക്കുക. ഇത് ഒരു വലത് കൈ വിഷ്ണുമുദ്ര. വിഷ്ണുമുദ്ര എന്ന് പറയുന്നത് ഈ നടുക്കത്തെ വിരലും ഈ ചൂണ്ടുവിരലും മടക്കും. എന്നിട്ട് ഇത് രണ്ടും ഇങ്ങനെ. എന്നിട്ട് ഈ തള്ളവിരൽ വലത് മൂക്കി, മറ്റത് വെച്ച് ഇടത് മൂക്ക് അടയ്ക്കലാണ്. ഇങ്ങനെ തന്നെ വെച്ച് തള്ളവിരൽ വെച്ച് വലത് മൂക്ക് അടയ്ക്കാം, ഈ വിരൽ വെച്ച് ഇടത് മൂക്ക്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ആദ്യം ഇടത് മൂക്കിലൂടെ ശ്വാസം വെളിയിലേക്ക് വിട്ടുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്നിട്ട് ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കും, ഉള്ളിൽ നിർത്തും, വലതിലൂടെ പുറത്തു വരും. പിന്നെ വലതിലൂടെ എടുക്കും, ഉള്ളിൽ നിർത്തും, ഇടതിലൂടെ പുറത്തു വരും. അപ്പോൾ
അപ്പോൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഇടതിലാണ്. ഇടതിൽ അവസാനിക്കുമ്പോഴാണ് നമ്മൾ നിർത്തുന്നത്. അപ്പോൾ എടുക്കുക, ഹോൾഡ് ചെയ്യുക, പുറത്തു വിടുക. എക്സൈൽ ഇടതിലൂടെ, ഇടതിലൂടെ അകത്തോട്ട്. ഇൻഹെയിൽ, വലതിലൂടെ പുറത്തേക്ക്. വലതിലൂടെ ഇൻഹെയിൽ, ഇടതിലൂടെ പുറത്തേക്ക്. അതുപോലെ ഇടതിലൂടെ എടുത്ത് വലതിലൂടെ വിടുക. ഹോൾഡ് ചെയ്യണം കുറച്ച് നേരം. എടുക്കുന്നതും പിന്നെ പയ്യെ നമ്മുടെ ഫുൾ ശ്രദ്ധ ഈ ശ്വാസത്തിൽ മാത്രമായിരിക്കണം. ബാക്കി ഒരു ചിന്തയും മനസ്സിൽ വരാതെ ശ്വാസത്തിൽ മാത്രമായിരിക്കണം ചിന്ത. ഇങ്ങനെ എടുത്തെടുത്തെടുത്തെടുത്ത് അങ്ങ് ആ ഉള്ളിലോട്ട് പോണത് അതിലേക്ക് ശ്രദ്ധിച്ച് ഹോൾഡ് ചെയ്ത് ഇടതിലൂടെ എടുക്കുമ്പോൾ വലതിലൂടെ പയ്യെ പുറത്തോട്ട് പോണത് അതിന് മാത്രമായിരിക്കണം ചിന്ത. പിന്നെ വലതിലൂടെ എടുക്കുമ്പോൾ ഫുൾ ശ്രദ്ധ ശ്വാസത്തിൽ കേന്ദ്രീകരിച്ച് വെക്കാം. Exhale, right. Inhale, right. Exhale, left. ഇടതിലൂടെ ശ്വാസം വെളിയിലേക്ക് വിട്ടുകൊണ്ട് അവസാനിക്കും. ഓം ചാൻഡ് ചെയ്യുന്നു. എത്ര ഓം കൂടുതൽ ഓം ചാൻഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ മനസ്സിൻ്റെ ഒരു ആരോഗ്യവും എല്ലാം മെച്ചപ്പെടുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്വാസം ഇതിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ ഓം ഇങ്ങനെ ഉള്ളിൽ വേണം വരാനായിട്ട്. നമ്മൾ വായുന്നില്ല. അങ്ങനെ ഓം സ്റ്റാൻഡ് ചെയ്തുകൊണ്ട് ആണ് പുറത്തോട്ട് വിടുന്നത്. ഇങ്ങനെ വേറെ കുറച്ച് സംഭവമുണ്ട്. അതായത് നമ്മൾ ഫുൾ ബോഡി തന്നെ ശ്രദ്ധിച്ച് നമ്മളെല്ലാത്തിനും നന്ദി പറയുന്ന സംഭവമുണ്ട്. അതായത് നമ്മുടെ ശരീരം എല്ലാം ശ്രദ്ധിച്ച് നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ കൂടെ ഉള്ളവരും എല്ലാത്തിനോടും സൂര്യനോടും പ്രകൃതിയോടും എല്ലാത്തിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ആണ് നമ്മളൊരു ദിവസം തുടങ്ങുന്നത്. അപ്പം അങ്ങനെ അത് ഇങ്ങനെ പറഞ്ഞാണ് നമ്മൾ അവസാനിക്കുന്നത്. ഏറ്റവും അവസാനം യോഗാസമസ്ത ഇതിനെ ഭയക്കും.